ഹായ്. അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു അത്യാവശ്യം കൊള്ളാവുന്നൊരു പണിയാണ് കിട്ടിയിട്ടുള്ളത്. കുറേ നാളുകളായിട്ട് ഉള്ളൊരു വർക്കാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഷോപ്പൊക്കെ ഒന്ന് മാറേണ്ടി വന്നുകൊണ്ട് കുറേ നാളുകളായിട്ട് ഇരിക്കുന്ന ഒരു വർക്കായിരുന്നു. ഏകദേശം 2 വർഷത്തോളമായി. കസ്റ്റമർ നമ്മുടെ സുഹൃത്തും കൂടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. സോ അത് രണ്ടാമത് വീണ്ടും എടുത്ത് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വർക്ക് എന്ന് പറയുന്നത് ഇതാണ്, നമ്മളെ പഴയ ചേതക്ക്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് വർക്ക് കയറിയിട്ട് വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. കുറേ നാളായി ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പൊക്കെ ഒന്ന് മാറേണ്ടി വന്നുകൊണ്ട് പഴയ സ്ഥലത്ത് നിന്ന് മാറി. അപ്പോൾ കുറേ നാളായിട്ട് ഇത് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു വണ്ടി. നേരത്തെ ഒന്ന് പെയിൻറ്റ് ചെയ്താണ്, പെയിൻറ്റിങ് ചെയ്ത് റെഡിയാക്കി വെച്ചായിരുന്നു. പക്ഷേ നമുക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് നമുക്കത് ഒതുക്കി വെക്കേണ്ടി വന്നു. മാറ്റി വെച്ച് നമ്മളിപ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ് ഏകദേശം ചെയ്ത് വെച്ചിട്ട് 2 വർഷത്തോളമായിരുന്നു. അപ്പോൾ അത് പെയിൻറ്റിങ് ഇപ്പോൾ വളരെ ഇച്ചിരി മോശമായി. കാരണം ഇത് വണ്ടിക്കകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയത് കാരണം ഇച്ചിരി സ്ക്രാച്ചൊക്കെ ആയി. അവിടെ ഇവിടെ ടച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതെന്തെല്ലാം നമുക്ക് മൊത്തത്തിൽ ഒന്ന് രണ്ടാമത് റീപെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ പെയിൻറ്റിങ് എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്, കാരണം പുറത്ത് ചെയ്യുന്നില്ല, എന്നെല്ലാം നമ്മളാണ് ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പിൽ വരുന്ന വണ്ടികളെല്ലാം നമ്മൾ തന്നെയാണ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മാക്സിമം നമ്മൾ തന്നെ ചെയ്യും, കാരണം പുറത്ത് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരുപാട് കംപ്ലൈൻ്റൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് കണ്ട. എല്ലാം ഇതിപ്പോൾ നമ്മൾ വീട്ടിലാണ് ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്യുന്നത്. സോ മെക്കാനിക്കലൊക്കെ ചെയ്യുന്നത് നമ്മൾ ഷോപ്പിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഫിനിഷ് ചെയ്ത് വരുമ്പോഴേക്കും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ.